ഈ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ആണ് ഇപ്പോൾ ഈ നടപടി വന്നിരിക്കുന്നത്. എന്താണ് പറയാനുള്ളത്? ചാൻസലർ എന്ന നിലയ്ക്ക് ഗവർണർക്ക് തീർച്ചയായിട്ടും നടപടിയെടുക്കാൻ എല്ലാ അധികാരമുണ്ട്. പക്ഷേ ഈ കേസിൽ പറയുകയാണെങ്കിൽ ഇന്നലെ ഞാൻ ഈ കുട്ടിയുടെ വീട് വിസിറ്റ് ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഇത് നമ്മുടെ യൂണിവേഴ്സിറ്റി ഉണ്ടായാലും നമ്മുടെ എല്ലാവിധ ദുഃഖങ്ങളും അവരോട് ചേർന്ന് നിന്നുകൊണ്ട് സംസാരിച്ചിട്ടാണ് പോകുന്നത്. അവരും കൺവിൻസ്ഡ് ആയിരുന്നു. ഇതിനു മുമ്പും കുട്ടികളുടെ പേരൻസ് എനിക്ക് എഴുതിയിരുന്നു ഈ പീരീഡിൽ. അവരെ ആശ്വസിപ്പിക്കുന്ന രീതിയിലുള്ള മറുപടികളാണ് ഞാൻ കൊടുത്തത്. കുറ്റവാളികളെ നിയമത്തിന് മുമ്പ് കൊണ്ടുവരും എന്നുള്ളത്. ഇന്നലെയും അത് തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത്. ഇവിടെ വന്ന് ശേഷം രാത്രി 10:30-ക്കാണ് എനിക്ക് ആന്റി റൈൻ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കിട്ടുന്നത്. ആ റിപ്പോർട്ട് 10:30 മണിക്ക് കിട്ടി. അതിന് ശേഷം നോക്കിയപ്പോൾ അതിൽ ചെറിയ അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സ് കണ്ട് എനിക്ക്. അതായത് അക്ഷൻ വാർഡൻ അതുപോലെ വാർഡൻ അവര് സമയത്തിന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ള അന്വേഷിക്കാൻ പെൻഡിങ് എൻക്വയറി സസ്പെൻഷൻ ഓർഡർ ഇഷ്യൂ ചെയ്യാൻ ഞാൻ ഇന്ന് കാലത്ത് ഓഫീസിലിരുന്ന് ഡ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്താണ് ഈ റിപ്പോർട്ട് വന്നത്. അപ്പോൾ ഈ ഓർഡർ വന്നത്. അതുകൊണ്ട് ഐ എം സ്റ്റോപ്പിംഗ് മൈ ബിസിനസ് ആൻഡ് ലീവിംഗ് ദി ഓഫീസ്. അതാണ് എനിക്ക് പ്രതികരിക്കാനുള്ളത്. നേരത്തെ ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിൽ റാഗിങ്ങുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സർവകലാശാലയിൽ നടക്കുന്നു എന്ന തരത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ താങ്കൾക്ക് ലഭിച്ചിരുന്നുണ്ടോ? ഇല്ല കിട്ടിയിട്ടില്ല. ഈ സിദ്ധാർത്ഥന്റെ കാര്യത്തിൽ മാത്രമല്ല, മുൻപ് എപ്പോഴെങ്കിലും ഒക്കെ ഇത്തരത്തിൽ ക്യാമ്പസിൽ ചെറുതായെങ്കിലും ചില നീക്കങ്ങൾ നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. സാധാരണ ഈ റാഗിംഗ് പീരീഡ് അഡ്മിഷൻ സമയത്ത് ഒരു റെസ്ട്രിക്റ്റഡ് പീരീഡിൽ റാഗിങ് എല്ലാ ഹോസ്റ്റലുകളിലും ചെറിയ തോതിലൊക്കെ നടക്കുന്നതും അത് നമ്മുടെ ആന്റി റാഗിങ് സ്ക്വാഡ് അവർ വിസിറ്റ് ചെയ്ത് അത് അപ്പോൾ തന്നെ ക്ലിയർ ചെയ്യുന്നു. ഇത് സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒന്നുമില്ല. അത് ഒരു ഫ്രഷേഴ്സ് ഡേയോടുകൂടി അത് അവസാനിക്കുകയാണ്. അതിനുശേഷം കുട്ടികൾ വളരെ സൗഹാർദ്ദത്തിലാണ് എല്ലാ ഹോസ്റ്റലിലും ജീവിക്കുക. ഞങ്ങളടക്കം അതൊക്കെ തന്നെയാണ് അനുഭവിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷെ ഇത്തരത്തിലുള്ളൊരു സീരിയസ് ഇഷ്യൂ ആദ്യമായിട്ടാണ് അനുഭവിക്കുന്നതും അറിയുന്നതും. അതെ, അല്ലാതെ മറ്റേ യൂണിവേഴ്സിറ്റിയുടെ ഒരു കലാലയത്തിലും 7 കോളേജുകളുണ്ട്. ആ കോളേജുകൾ എല്ലാം അവിടെ താമസിക്കുന്നുണ്ട്. അവർക്കൊന്നും ഒരു പ്രശ്നങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല കാര്യമായിട്ട്. പക്ഷേ പല കുട്ടികളും ഇത്തരത്തിൽ തെളിവ് നൽകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു വരുന്നുണ്ട്. അവർക്കൊക്കെ ഇതിന് പിന്നിലെ സംഭവങ്ങൾ അറിയാമെന്ന് പറയുന്നുണ്ട്. ഹോസ്റ്റലിലും മറ്റും ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇതൊന്നും അടച്ചിട്ട മുറിക്കുള്ളിൽ മാത്രമായിരുന്നില്ല, പൊതുസ്ഥലത്ത് വരെ വെച്ച് ഇത്തരത്തിൽ ആക്രമിച്ചു എന്നാണ് പറയുന്നത്, മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. അപ്പോഴും ആരും അത് അറിയുന്നില്ല എന്ന് പറയുന്നതിൽ അതിലൊരു പാകപ്പിഴയില്ലേ? അങ്ങനെ തീർച്ചയായിട്ടും അത് അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അത് പാകപ്പിഴ തന്നെയാണ്. പക്ഷെ ഞങ്ങളുടെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ല. അങ്ങനെ ഒരു ക്യാമ്പസിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് ഞങ്ങൾക്ക് അനുഭവമില്ല. പിന്നെ യൂണിവേഴ്സിറ്റി ഹെഡ്ക്വാർട്ടേഴ്സിൽ ആയിരിക്കുന്ന യൂണിവേഴ്സിറ്റി ഹെഡ്ക്വാർട്ടേഴ്സ് പൂക്കോടിലായതുകൊണ്ട് പൂക്കോട് കോളേജുമായിട്ട് കുറച്ച് അടുത്തമുണ്ട്. അവിടെയും ഇത്തരത്തിലുള്ള ഒരു എന്താ പറയട്ടെ ഇത്രയും അതികാരുണ്യമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായതായിട്ട് നമുക്ക് അറിയില്ലായിരുന്നു. തീർച്ചയായും സംശയമില്ല. ചാൻസലർ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ടല്ലോ, അങ്ങ് റിപ്പോർട്ട് സമർപ്പിക്കുമോ? ആ റിപ്പോർട്ടൊക്കെ ഞാൻ ദിവസവും അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ഓരോ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ, അത് കാര്യകാരണ സഹിതം സംഭവിച്ച കാര്യങ്ങൾ അപ്ഡേറ്റഡ് ഇൻഫർമേഷൻ ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ശരി. പൂക്കോട് സർവകലാശാല VC-യെ ചാൻസലർ സസ്പെൻഡ് ചെയ്തു. അദ്ദേഹമാണ് ഇപ്പോൾ പ്രതികരിച്ചത്. അന്നുള്ള റിപ്പോർട്ടുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, ഇങ്ങനെ ഒരു സംഭവം നടന്നതായി ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നും അങ്ങനെ ആരും പരാതി പറഞ്ഞിട്ടില്ല എന്നുമാണ് അദ്ദേഹം നമ്മളോട് പ്രതികരിച്ചത്. വിശദാംശങ്ങളുമായി ഇപ്പോൾ അവിടെ നിന്ന് അരുൺ അമൃതനാഥ് ചേരുന്നുണ്ട്. അരുൺ, കടുത്ത തീരുമാനങ്ങളുമായി ചാൻസലർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുന്നോട്ട് പോവുകയാണ്. പോരാത്തതിന് ക്യാമ്പസിൽ SFI PFI ബന്ധമുണ്ട് എന്നൊരു ആരോപണവും അദ്ദേഹം ഉന്നയിക്കുന്നല്ലോ. പിന്നെ അവിടെ പ്രതിഷേധം ഇപ്പോഴും ശക്തമായി തന്നെ തുടരുകയാണോ? എന്താണ് ഇപ്പൊ നിലവിലത്തെ ഒരു അവസ്ഥ? വലിയ പ്രതിഷേധങ്ങൾക്കാണ് ഈ വെറ്ററിനറി കോളേജ് സാക്ഷ്യം വെച്ചത്. നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണിച്ചാവുന്നതാണ്. ഈ പ്രതിഷേധത്തിന് പിന്നാലെ തന്നെ കോൺഗ്രസ് ഈ ഹോസ്റ്റൽ സംബന്ധിച്ചു T. സിദ്ദിഖ്, IC ബാലകൃഷ്ണൻ MLA-മാരുടെ നേതൃത്വത്തിലാണ് ഇവർ ഈ
ഹോസ്റ്റലിലേക്ക് എത്തിയത്. ആ ഹോസ്റ്റലിലെത്തി ഈ നടുമുറ്റം ഉൾപ്പെടെയുള്ള റാഗിംഗ് നടന്നു എന്ന് പറയുന്ന ആന്റി റാഗിംഗ് സെല്ലിന്റെ റിപ്പോർട്ടിൽ ഉൾപ്പെടെ പരാമർശിക്കപ്പെടുന്ന സ്ഥലങ്ങൾ ഉൾപ്പെടെ സന്ദർശിച്ചു. ഈ മുഹമ്മദ് ബഷീർ എം പിയും ഈ സംഘത്തിനൊപ്പം ചേർന്നിരുന്നു. എം പിയും ഈ ഹോസ്റ്റലിലെത്തി സന്ദർശനം നടത്തി. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളായിരുന്നു അല്പസമയങ്ങൾക്ക് മുമ്പ് സാക്ഷ്യം വഹിച്ചത്. ഈ പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഒരു ഉണ്ടായ ഒരു സാഹചര്യം കൂടി ഇവിടെ നേരത്തെ ഉണ്ടായി. ഈ വെറ്ററിനറി കോളേജിൽ നിന്ന് ഈ ഒരു 2.5 കിലോമീറ്ററോളം ഉള്ളോട്ടേക്കാണ്, ഇത് കുന്നംചേരി പ്രദേശത്തായാണ് ഈ ഹോസ്റ്റൽ സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്ന് പ്രതിഷേധത്തിന് ശേഷം നടന്നാണ് ഈ പ്രവർത്തകരെല്ലാവരും ഇങ്ങോട്ടേക്ക് എത്തിയത്. എന്തായാലും ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും. ഈ പാർട്ടിയാണ്, CPM ആണ് ഈ പ്രതികളെ ഉൾപ്പെടെ സംരക്ഷിക്കുന്നത് എന്ന ആരോപണം ആവർത്തിക്കുകയുമാണ് കോൺഗ്രസ് നേതാക്കൾ. ഈ IC ബാലകൃഷ്ണനും സിദ്ദിഖ് MLA, KC സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യ സേവ്യർ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. ഇപ്പോൾ ഇവിടെ നിന്ന് ഇവർ മടങ്ങി പോവുകയാണ്. നേരത്തെ പോലീസുമായി ഉന്തും തള്ളും ഉണ്ടായ സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. പ്രവർത്തകർക്ക് പരിക്കേറ്റത് ഈ ഹോസ്റ്റലിന് മുൻപിൽ വെച്ച് തന്നെ അത്തരത്തിലൊരു സംഘർഷാവസ്ഥ ഒക്കെ ഉണ്ടായ സാഹചര്യം ഉണ്ടായി. എന്തായാലും ശരി അരുൺ അമൃതനാഥ് പൂക്കോട് നിന്ന് വിവരങ്ങൾ തന്നത് അരുണാണ്. അന്വേഷണ വിധേയമായി പൂക്കോട് സർവകലാശാല VC MR ശശീന്ദ്രനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ അതാണ് നടപടി. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇപ്പോഴും പൂക്കോട് സർവകലാശാലയിൽ പ്രതിഷേധം തുടരുകയാണ്. സസ്പെൻഷൻ നടപടികൾക്ക് ഒപ്പം തന്നെ വളരെ ഗുരുതരമായ രാഷ്ട്രീയ ആരോപണം കൂടി ഗവർണർ ഉന്നയിക്കുന്നുണ്ട്. ക്യാമ്പസിലെ SFIക്ക് PFIയുമായുള്ള ബന്ധം ഉണ്ട് എന്നും ഒരു ആരോപണം ഗവർണറുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അതിക്രൂരമായ പീഡനം ക്യാമ്പസിനുള്ളിൽ നടന്നിട്ടും അത് VC ഇതുവരെ അറിഞ്ഞില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. പ്രതിഷേധത്തിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പൂക്കോട് വെറ്ററിനറി സർവകലാശാലയുടെ ഹോസ്റ്റലിനുള്ളിൽ പ്രവേശിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പ്രതിഷേധം ഇപ്പോഴും ശക്തമായി തന്നെ അവിടെ തുടരുന്നുണ്ട്.